നമസ്കാരം. ഇപ്പോൾ കാണുന്നത് കോൽത്തേനാണ്. ഇത് സാധാരണ മനുഷ്യർ പേടിച്ചിതിനെ കത്തിച്ച് കൊല്ലാറുണ്ട്. എന്നാൽ സ്പാരോ നേച്ചർ ഫോറം കൺസർവേഷൻ ഇതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമ്മുടെ ശ്രീ സിറ്റാർ ആനന്ദ് സാർ നമ്മളെ കാണിച്ചു തരുന്നതാണ്. ഇപ്പം ഇത് നമ്മളെ കുത്തുകയാണ്. ഇത് കുത്തുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചെറുതായിട്ട് ഒന്ന് രണ്ട് കുത്തി. സാരമില്ല. നമുക്ക് നോക്കട്ടെ, ഇതിനെ നോവിക്കാതെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കട്ടെ. കട്ട് ചെയ്തെങ്കിൽ മാറ്റാമെന്ന് നോക്കട്ടെ. അതെ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയില്ല, ഇത് ഇവിടെ തന്നെ ഇരിക്കും. അപ്പം ഇതോടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാമെന്ന് നോക്കട്ടെ. പിന്നെ ഇത് സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ നമുക്ക് ചെറിയൊരു പുക കൊടുത്തിട്ട് ഇതിനെ നമ്മൾ കത്തിക്കാതെ കൊല്ലാതെ നമ്മൾ, കാരണം കൊല്ലാൻ പാടില്ല. കാരണം ചോദിച്ചാൽ ഇത് പരാഗണം നടത്തുന്നതിൽ ഏറ്റവും സഹായമായി വർത്തിക്കുന്ന ഒരു ജീവിയാണ് ഈ തേനീച്ചകൾ. ഇത് കോൽത്തേനാണ്. ഈ കോൽത്തേൻ പലതരത്തിലുള്ള കോൽത്തേനുണ്ട്. ഇത് ചെറിയ ഒരു തരം കോൽത്തേനാണ്, എന്നാൽ വലിയ ഒരു തരം കോൽത്തേനും ഉണ്ട്. ഇതിനെ നമുക്ക് പെട്ടിയിലൊന്നും വളർത്താൻ സാധ്യമല്ല. എന്നാൽ വനത്തിനുള്ളിൽ തൂങ്ങിക്കിടക്കുന്ന വലിയ തരം തേനീച്ചകളുണ്ട്. അതായത് വലിയ പെരുന്തേൻ. അതൊരു വളരെ കുറച്ച് ഈച്ച കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ മരണം വരെ നമുക്ക് സംഭവിക്കാം. പിന്നെ കറുകത്തേനുണ്ട്, അതിനുശേഷം വള്ളിത്തേനുണ്ട്. ഇതെല്ലാം കാട്ടിനുള്ളിൽ കാണുന്ന തേനുകളാണ്, വലിയ തേനുകളാണ്. ഇതാണ് കോൽത്തേൻ. ഇത് ചിലപ്പോൾ ഇതിൻ്റെ ചെറിയ ഇനമുണ്ട്. ഇതൊരു നാരകമരത്തേനാണ്, നമ്മുടെ വീടിനടുത്തുള്ള നാരകമരത്തേനാണ് ഇത് കിടക്കുന്നത്. അതിനെ നമ്മൾ ഈച്ചകളെ കൊല്ലാതെ എങ്ങനെ ഇതിനെ സംരക്ഷിച്ച് നമുക്കിതിനെ നിലനിർത്താം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോഴും. ഈച്ചകളെ കൊല്ലാതെ, ഇതിപ്പോൾ നമ്മൾ ഈച്ചകളെ കൊല്ലാതെ ഇതിനെ അടർത്തി എടുക്കാമെന്ന് നോക്കട്ടെ. ഇല്ലേ നമ്മൾ ചെറിയൊരു പുക കൊടുത്തിട്ട് ഇതിനെ നമ്മൾ മാറ്റും. അങ്ങനെ ഇത് വീട്ടുകാർക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞ കുറച്ച് ദിവസം കൂടി ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് പേടിയാണ്. കുഞ്ഞുങ്ങളുമൊക്കെ വീടാണ്. അപ്പം ഈച്ച കുത്തു എന്തെങ്കിലും ചെയ്താൽ ഭയമുണ്ടാകും എന്ന് വിചാരിച്ച് അവരിലെ ആരെയും വിളിച്ച് ഇതിനെ തീ വെച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ അത്രയും നമുക്കൊരു നഷ്ടമാണ്. തേനീച്ചകളില്ലാത്ത ഈ ഭൂമി തേനീച്ചകളില്ലാതായാൽ അത് ഈ ഭൂമി തന്നെ മരുഭൂമിയാകുമെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിതിനെ കൺസർവ് ചെയ്യണം. സ്പാരോ നേച്ചർ കൺസർവേഷൻ ഫോറം അങ്ങനെ ഇതിനെ നമ്മൾ കൺസർവ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ തേനീച്ചകളെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെ എന്നെ കുത്തിയില്ല, പക്ഷേ അധികം കുത്തുന്ന ഈച്ചയല്ല ഇത്. പക്ഷേ ഈച്ച നൊന്താൽ കുത്തും. പക്ഷേ ഇതുവരെ എന്നെ കുത്തിയില്ല. കുത്തിയാൽ ഞാൻ ചെറിയൊരു പുക കൊടുത്ത് ഈച്ചയെ ഒന്ന് ഭയപ്പെടുത്തും. എന്നിട്ട് പക്ഷേ ഈച്ച ഒന്നിൻ്റെ പോലും കൊല്ലത്തില്ല. അങ്ങനെ നമ്മൾ ഇതിനെ നമ്മൾ എടുത്തു മാറ്റും. ഇതിപ്പോൾ തേൻ വെച്ച് തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ മുടി ഭാഗത്ത് മാത്രമേ തേൻ വെച്ചിട്ടുള്ളൂ. ഇത് അതി നല്ല മധുരമുള്ള തേനും വളരെയധികം ഔഷധ ഗുണമുള്ളതും നല്ല മധുരമുള്ളതുമായ തേനാണ് ഈ കോൽത്തേൻ. സാധാരണ തേനേക്കാട്ടി മധുരമാണ്, ജലാംശം കുറവുമായിരിക്കും. ഈ തേൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്കെന്തായാലും നോക്കാം, ഇതിനെ പ്രശ്നമില്ലാതെ ഒഴിച്ചെടുക്കാമെന്നോ നോക്കട്ടെ. അതുപോലെ ഈ ഈച്ച ആണെങ്കിൽ ഒരു മരത്തെ കയറിയാൽ അതേ മരത്തിലാണ് അടുത്ത മരത്തിൽ പോകുന്നത്. അത് ചിലപ്പോൾ ഇതിൻ്റെ ഈ മോൾ ഭാഗത്തുള്ള ഇതിൻ്റെ തലവേദനയ്ക്ക് ഉപയോഗിക്കും ആദിവാസികൾ. ഇതിൻ്റെ ഏറ്റവും തടിയോടടുത്ത ഭാഗത്തുള്ള ആ മെഴുകുണ്ടല്ലോ, ആ മെഴുക് ഇത് തലവേദന ഉണ്ടാകുമ്പോൾ അത് ആ വേദന സംഹാരിയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഈച്ച പ്രകൃതിക്ക് വളരെ നല്ലതാണ്. അതിനെ പൊക്കോളും, മനസ്സിലായി? ഇതിൻ്റെ പൊക്കോളും. നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റത്തില്ല. തേനിപ്പോൾ ഇല്ല, തേനായി വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്തതിൻ്റെ കാര്യം അവരെ കത്തിച്ച് കളയും. അവർക്ക് ഭയമായി തേനീച്ച ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് തന്നെ. ഇത് എടുക്കില്ലായിരുന്നു, മനസ്സിലായി? തേൻ വെച്ചിട്ടില്ല, തേനായി വരുന്നതേ ഉള്ളൂ. ഈ കമ്പം കടത്തിക്കളയാം. നോക്കി ഈച്ച ഇളകുന്ന കണ്ടോ? എടുത്തു. ഈച്ച ഇളകുന്നുണ്ട്. സാരമില്ല, അതിനെ ഇളക്കാം, കുഴപ്പമില്ല.
ഇതിപ്പോൾ മാറും. ഇതേ ഈച്ച അത് മാറിപ്പോകും. ഒടിയുന്നില്ല, കണ്ടിച്ചതേ ഒടിയുന്നില്ല ശരിക്കും. ഈച്ച കുത്തരുത്. ഇതാ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആ കമ്പെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈച്ച ഒരു ദിവസം ഇന്ന് വൈകുന്നേരം കൂടി ഈച്ച അങ്ങ് പറന്ന് പൊക്കോളും. വേറെ എവിടെയെങ്കിലും പോയി വേറെ എവിടെയെങ്കിലും പോയി പറ്റിക്കോളും. വേറെ എവിടെയെങ്കിലുമേ പോയി പറ്റിക്കോളും. അപ്പോൾ ഇത് നമ്മളെ അങ്ങ് എടുത്ത് മാറ്റുക. ഉണ്ടോ? ഓക്കെ. ഇതേ കണ്ടല്ലോ, ഇതിനെ അങ്ങ് എടുത്ത് മാറ്റുക. ഇവിടുന്ന് അങ്ങ് എടുത്ത് മാറ്റുക. അപ്പം പിന്നെ ഈച്ച വേറെ സ്ഥലത്തേക്ക് മാറി പൊക്കോളും. അവിടുന്ന് മാറിയിട്ടേ വേറെ സ്ഥലത്തേക്ക് അത് പൊക്കോളും. അതെടുത്ത് വെളിയിലാണ് വെക്കാം. അതെ, അത് നോവാതെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഈച്ചയെ നോവിക്കരുത്, ഈച്ച നോവിക്കാതെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചേര്. അത് തന്നെ അങ്ങ് മാറിക്കോളും. മനസ്സിലായോ? അത് തറയിലങ്ങനെ വെച്ചാൽ മതി, അവിടെയാണ് വെച്ചാൽ മതി കേട്ടോ. അതിന് തന്നെ അങ്ങ് പൊക്കോളും. അല്ലല്ല, ഇത് പോവും തന്നെ അങ്ങ് പൊക്കോളും, പേടിക്കണ്ട. ഇതേ അത് തന്നെ പൊക്കോളും. അത് പുകയിട്ടാലും അല്ല, ഇതിപ്പോൾ തന്നെ പറന്ന് പോവാ. കൂടെ എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ തന്നെ അത് പുകച്ചേക്കാം. ഇപ്പോൾ ഒന്നും പുകയ്ക്ക് ഒന്നും വേണ്ട, തന്നെ പൊക്കോളും. അതിൻ്റെ മണം സ്മെല്ല് നിൽക്കാതിരുന്നാൽ മതി. ഇല്ല, എല്ലാം പോയി. ഇല്ല മേലുണ്ട്. അത് അവിടെ ഇരുന്നോളും, അത് പൊക്കോളും. ഓഫി